ഇതാണ് രാജാവ്, ഇവിടുത്തെ മഹാരാജാവ് പൊതുജനങ്ങളുമായി ഇത് ഫുൾ ഉണ്ടാക്കിയിട്ടുള്ളത് മിററിനോടാണ്, ഗ്ലാസിനോട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ജയ്പൂരിലെ രണ്ടാം ദിവസം ഇപ്പോൾ ഉള്ളത് ജൽമഹലിൻ്റെ മുന്നിലാണ്. രാവിലത്തെ നല്ല അതിമനോഹരമായ കാഴ്ചകളാണ്. ഞങ്ങൾ റൂമിൽ നിന്ന് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ട്. രാവിലത്തെ ഒരു ജോഗിങ്ങിന് വേണ്ടി ഇങ്ങനെ വന്നതാണ്. കുറേ പേര്, ഒരുപാട് പേര് നടക്കാനും എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ ആംബർ ഫോർട്ടിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങളെ റൂമിൻ്റെ അവിടെ നിന്ന് തന്നെ അതായത് ജൽമഹലിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ നമുക്ക് ആംബർ ഫോർട്ടിലേക്കുള്ള ബസ് നമുക്ക് കിട്ടും. രാജസ്ഥാനിലെ പിങ്ക് സിറ്റിയായ ജയ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരവും ഗാംഭീര്യവുമുള്ള ഒരു ചരിത്ര സ്മാരകമാണ് ആംബർ കോട്ട. ഹലോ സുഹൃത്തുക്കളെ, അപ്പൊ നമ്മള് രണ്ടാമത്തെ ദിവസമാണ് ജയ്പൂരിലെ, രണ്ടാമത്തെ സെക്കൻഡ് ആണ് ഉള്ളത്. നമ്മൾ നേരെ പോയിട്ട് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കച്ചോരിയാണ് കഴിച്ചത്. എത്ര രൂപ കച്ചോരിക്ക്? 25 രൂപയാണ് ഇവിടെ കച്ചോരി. അവിടുത്തെ ഒരു ഫേമസ് ഐറ്റം തന്നെയാണ് കച്ചോരി. അപ്പൊ അത് കഴിച്ചിട്ട് നമ്മൾ നേരെ ഹവാമഹലിന്റെ അടുത്തായിരുന്നു നമ്മൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഹവാമഹലിന്റെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ബസ് ഉണ്ട് അല്ലെ. ടാക്സി ആണെങ്കിൽ നമുക്ക് വരുന്നത് ചാർജ് 300 രൂപയാണ്. ഓട്ടോക്ക് 300 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ ബൈക്ക് റെന്റിലൊക്കെ കിട്ടും, അതും കുറച്ച് എക്സ്പെൻസീവ് ആണ്, 500 രൂപ ആയിട്ട് വരും. അപ്പൊ ഞങ്ങള് ചൂസ് ചെയ്ത് ബസ്സാണ്. ബസ് നമ്മുടെ ഹവാമഹലിന്റെ മുന്നിൽ തന്നെ നമുക്ക് ബസ് കിട്ടും. ബസ് നമ്പർ 29, പിന്നെ അതേപോലെ റെഡ് ബസ്. ബസ് നമ്പർ 29 അല്ലെങ്കിൽ റെഡ് ബസ് ആണ് നമ്മൾ കയറേണ്ട ഇങ്ങോട്ടേക്കുള്ള ബസ്. ടിക്കറ്റ് റേറ്റ് 20 രൂപയാണ് ടിക്കറ്റ് റേറ്റ് വന്നത്. ആംബർ ഫോർട്ടും ജയാഗ്ര ഫോർട്ടും രണ്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പുറത്തെ മലയിൽ നിൽക്കുന്ന ജയാഗ്ര ഫോർട്ടാണ്, ഈ മലയിൽ നിൽക്കുന്നത് ആംബർ ഫോർട്ടാണ്. അതായത് ആ സൈഡിൽ കാണുമെന്ന് അറിയില്ല, ആ സൈഡിലാണ് ജയാഗ്ര ഫോർട്ട്. പക്ഷെ ഇവിടുന്ന് 7 കിലോമീറ്ററോളം ഡിഫറൻസ് ഉണ്ട്. വണ്ടിയിൽ തന്നെ പോകണം മറ്റേ കോട്ടയിലേക്ക്. ഇവിടുന്ന് ഇങ്ങനെ കാണുന്നേ ഉള്ളൂ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ കണ്ണഞ്ചി പോകുന്ന അത്രത്തോളം കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇത് കണ്ടാൽ തന്നെ ഇവിടെ ആന സവാരി, അതുപോലെയുള്ള കുതിര സവാരി, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിന് പ്രധാനമായിട്ടും 5 സ്ഥലങ്ങളാണ് ഈ ആംബർ ഫോർട്ടിലുള്ളത്. ഒന്ന് ഗണേഷ് പോളി എന്ന് പറയുന്ന ഒരു കവാടം, അത് കഴിഞ്ഞിട്ട് ആംബർ ഫോർട്ട്. ആംബർ ഫോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണാടികളെ കൊണ്ടാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞത്. കാരണം കണ്ണാടികളെ കൊണ്ട് ഒരു മെഴുകുതിരി കത്തിച്ചാൽ പോലും ആ കണ്ണാടികളിൽ ആ മെഴുകുതിരിയുടെ വെളിച്ചം പ്രതിഫലിച്ചിട്ട് ആ കോട്ട മുഴുവൻ ഇങ്ങനെ. ഇതിലൊരു നമ്മുടെ ആംബർ ഫോർട്ടിന്റെ ഉള്ളിലുള്ള ഒരു ഭാഗമാണ് ശീഷ്മഹൽ. അവിടെയാണ് നമ്മൾ കണ്ണാടി കൊണ്ടുള്ള ഒരു റൂം പോലെ സെറ്റ് ചെയ്തത്. അതൊക്കെ നമുക്ക് ഇനി കാണാവുന്നതാണ്. പിന്നുള്ളതാണ് ദിവാനിയാമ്, പിന്നെ ശിലാദേവി ക്ഷേത്രം, പിന്നെ സുഖ്നിവാസ് എന്ന് പറയുന്ന ഒരു എയർ കണ്ടീഷനിങ് പോലെയുള്ള നല്ല കാറ്റ് കടക്കുന്ന ഒരു സ്ഥലം കൂടി ഇതിന്റെ ഉള്ളിലുണ്ട്. ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. 1500കളിലാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുത്തെ രാജാവ്. പിന്നെ ശേഷം വന്ന രാജാക്കന്മാരാണ് ഇതിങ്ങനെ വിപുലീകരിച്ച് കൊണ്ടുവന്നത്. ഓക്കെ ഇതിന്റെ ഭാഗങ്ങൾ അപ്പുറത്തെ മലകളിലേക്കൊക്കെ കാണാം. നമുക്ക് കാഴ്ചകളായിട്ടുള്ള കാഴ്ചകളിലേക്ക് കിടക്കാം. ആംബർ ഫോർട്ടിലേക്കുള്ള വഴികളാണ്. സ്റ്റെപ്പല്ല, നമുക്ക് ഇങ്ങനെ നടന്നിങ്ങനെ കയറി ഇങ്ങനെ പോവാം. കോട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ ആളുകൾക്ക് പോകാൻ ഒരു വഴിയും ആനക്ക് പോകാൻ മറ്റൊരു വഴിയായിട്ടാണ് ഉള്ളത്. എന്നിട്ട് അത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് സുവനീറുകളൊക്കെ വിൽക്കുന്ന കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. രാജസ്ഥാനിൻ്റെ ഐക്കോണിക്കായ വീണ പോലുള്ള ഉപകരണം ഉപയോഗിച്ച് പാട്ടുകാടുന്ന കലാകാരന്മാരെ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
നമ്മൾ ഏകദേശം ആംബർ ഫോർട്ടിന് മുകളിൽ എത്തിയിട്ടുണ്ട്. ഈ വരുന്ന വഴിയാണ് ആനകൾക്കൊക്കെ വരാനുള്ള വഴി. പുറത്തു കൂടെയുള്ളതാണ് ആൾക്കാർ നടന്നു കയറുന്ന വഴി. ആനക്ക് രണ്ടാൾക്ക് 2,500 വരുന്നത് പൈസ, 2 പേരെ ഉള്ള ടീമിന്. ആന സഫാരി എടുക്കുന്ന ഒരു പ്രത്യേക തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് വിദേശികൾ, ഫോറിനേഴ്സ് ഒരുപാട് പേരെ നമുക്കിവിടെ കാണാൻ സാധിച്ചു. നമ്മളിപ്പോൾ കോട്ടയുടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആനൻ്റെ ഡ്രോപ്പിംഗ് പോയിന്റ് ആണിത്. കുറച്ച് ദൂരമുള്ളൂ അല്ലേ ആന? കുറച്ച് ദൂരമുള്ളൂ. 2,500 ആണ് കേട്ടോ രണ്ടാക്ക്. 2,500 രൂപയാണ് രണ്ടാക്ക് വരിക. കോട്ടയിലേക്ക് പ്രവേശിക്കുമ്പോൾ കാണുന്ന ഒന്നാമത്തെ വലിയ നടുമുറ്റമാണിത്. പണ്ടുകാലത്ത് സൈനികർ ഒത്തുചേരുകയും യുദ്ധവിജയങ്ങൾ ആഘോഷിക്കുകയും ചെയ്തിരുന്നത് ഇവിടെയായിരുന്നു. ആംബർ ഫോർട്ടിന്റെ താഴ്ഭാഗത്ത് വരെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് വരാൻ പറ്റുക. കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഉള്ളോട്ടിൽ കയറണമെങ്കിൽ നമുക്ക് 100 രൂപേൻ്റെ ടിക്കറ്റ് ആണല്ലേ, പെർ പേഴ്സൺ 100 രൂപയാണ്. 20 രൂപയാണല്ലേ കുട്ടികൾക്ക് പറഞ്ഞ് സ്റ്റുഡൻസിന്. സ്റ്റുഡൻസ് കാർഡുണ്ടെങ്കിൽ 20 രൂപ ആണ് ടിക്കറ്റിനുള്ളത്. നമുക്ക് ഇനി ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്താണ് അകത്ത് കയറാനാണ് പ്ലാന്. നമ്മളിപ്പോ പിന്നെ ആംബർ ഫോർട്ടിന്റെ ഉള്ളിലേക്ക് ഇപ്പൊ പ്രവേശിച്ചു. 102 രൂപയാണ് ടിക്കറ്റ്. ഗണേഷ് പോൾ എന്ന് പറയുന്ന മെയിൻ കവാടം കടന്നു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ കാണുന്ന ഈ ഒരു വ്യൂ, ഇതാണ് രാജാവ്, ഇവിടുത്തെ മഹാരാജാവ് പൊതുജനങ്ങളുമായി സംവദിക്കുന്ന ഒരു സ്ഥലമാണിത്. ദിവാനിയാം എന്നാണ് ഇതിന് പറയാ. ഇതാണ് ആംബർ ഫോർട്ടിന്റെ മെയിൻ സ്ഥലം, മെയിൻ വ്യൂ എന്ന് പറയുന്നത്. രാജാവ് പൊതുജനങ്ങളെ കാണുകയും അവരുടെ പരാതികൾ കേൾക്കുകയും ചെയ്തിരുന്ന പൊതുസഭാ മണ്ഡപമാണിത്. ഇവിടെ നിന്നും താഴേക്ക് നമുക്ക് നല്ല അതിമനോഹരമായ കാഴ്ചകളും കാണാൻ സാധിക്കും. ഇതാണ് നമ്മളെ ശീഷ് മഹൽ. ഇവിടുത്തെ മെയിൻ ആകർഷണം ഈ ശീഷ് മഹലാണ്. ഇത് ഫുൾ ഉണ്ടാക്കിയിട്ടുള്ളത് മിററിനോടാണ്, ഗ്ലാസിനോട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഒരു മെഴുകുതിരി കത്തിച്ചാൽ പോലും എല്ലാ ഗ്ലാസിനകത്തും അത് ശരിക്കും അത് പ്രതിഫലിക്കുന്ന രൂപത്തിൽ വളരെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐറ്റമാണ് ശീഷ് മഹൽ. ശീഷ് മഹൽ കൂടാതെ ഇവിടെ പൊതുസഭാ മണ്ഡപം, രഹസ്യ ചർച്ചകൾ നടത്താൻ വെച്ചിരുന്ന ഹാളുകൾ, സുഖനിവാസ്, ശിലാദേവി ക്ഷേത്രം, മൻസിംഗ് കൊട്ടാരം എന്നിവ ഇവിടുത്തെ പ്രത്യേകതകളാണ്. ബാഡി ചോപ്പർ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇത് ലൊക്കേഷൻ വരുന്നത് ഹവാമഹലിൻ്റെയും സിറ്റി പാലസിൻ്റെയും അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലാണ് ജയ്പൂരിൽ. നമ്മൾ ഹവാമഹലിലേക്കും സിറ്റി പാലസിലേക്കൊക്കെ വരുമ്പോൾ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. ഇവിടുന്ന് നേരെ ഞങ്ങൾ ഇനി പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. 4:30ക്കാണ് നമ്മളെ ട്രെയിനുള്ളത്. ഇനി ഇവിടുന്ന് നേരെ ജയ്സൽമീറിലേക്കാണ് പോകുന്നത്.